മഴ വീട്ടിക്ക് വരുമ്പോൾ നീ അങ്ങോട്ട് പോയി കുറച്ചോടെ അങ്ങോട്ട് പോകണം. ഹലോ, ആണോ? ശരി ശരി ശരി. ആണോ? അതൊക്കെ കമ്പനി പിന്നീടുന്നോ? അപ്പൊ നമ്മുടെ കമ്പനിയോ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കാത്ത കാര്യമാണ്. ഇങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഞാൻ പരീക്ഷ ചെയ്യാനായിരിക്കും. കേട്ടോ? പോണ് ഫുള്ളി ഇരുട്ടാണല്ലോ. മഴയത്ത് നനയും ചെയ്തു. അങ്ങോട്ട് നടക്കാം. ഹലോ, ശരി ശരി ശരി. എന്താണ്? ഇത് മറ്റേ കമ്പനീൻ്റെ MD എങ്ങാണ്ടല്ലേ? ശത്രുവല്ലേ അവിടെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുടെ കമ്പനീൻ്റെ പേരെന്തായിരുന്നു? നിങ്ങളുടെ കമ്പനീൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ കമ്പനീൻ്റെ പേര് എൻ്റെ കമ്പനീൻ്റെ പേര് ക്രിസ്റ്റീന ഗ്രൂപ്പ് ഓഫ് ഇൻ്റലിജൻസ്. അത് ശരി, കാണാം. നമുക്കൊന്ന് കാണാം. അവൻ്റെ മുമ്പിൽ കമ്പനീൻ്റെ പേര് പോലും മറന്നുപോയല്ലോ. കമ്പനീൻ്റെ പേര് ഞാൻ മറന്നു. അത് നമ്മൾ സ്വന്തം കമ്പനീൻ്റെ പേര് വരെ മറന്നു. കഷ്ടം. ഇവരിനൊക്കെ ആരെ എണ്ടിയാക്കിയത്? The next day. ഇന്നത്തെ ദിവസം ഭയങ്കര നല്ല ദിവസമായിരിക്കും. ഹാപ്പി ആയിട്ടുള്ള ദിവസം. വഴി ഞാൻ അടുക്കു കൂടെയാണ് വരുന്നത്. ആൾക്കാർ സൈക്കിൾ സ്കൂട്ടർ കൊണ്ടുപോകണ വഴിയാണെന്നറിയില്ലേ? ഞാൻ വീണേനെ. ഞാൻ വീണെന്താ നീ ഇന്ന് കണ്ടുപിടി. അവിടെ ഉള്ള ഒരു ജാടെ സോളാണ്. ആ കമ്പനി വലുതാണെന്നുള്ള വിചാരം. എന്റെ 10 പവന്റെ മാല പോയി. മാഡത്തിന്റെ 10 പവൻ മാല എവിടെ പോയി? എന്റെ മാല അവിടെ വന്ന് ഇപ്പോഴാണ് എന്റെ മാല പോയി. ഒരു ബ്രേക്ക് എടുക്കാം. ബാലൻസും പോയി. ഇത് അതെ, അവിടെ നിന്നേ. എന്റെ 10 പവന്റെ മാല ഇവിടെ നീ ഇടിച്ചപ്പോഴാണ് എന്റെ 10 പവന്റെ മാല കാണാതെ പോയെ. ഞാൻ ഒന്നും ഇട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് ഇതൊന്നും ചോദിക്കാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? വെള്ളം എങ്ങനെ വന്ന് നല്ല ബാലൻസ് പോയി. ഇവിടെ കുറച്ച് നേരം നിൽക്കാം.
ഞാനിങ്ങനെ എടുത്തിട്ടൊന്നുമില്ലല്ലോ. നീ അല്ലേടി എൻ്റെ 10 പവൻ്റെ മാല അതിനെ 10 പവൻ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറ. ചിലപ്പോൾ നീ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവും, അതിൽ കളഞ്ഞുകൊണ്ട്. അത് നിന്റെ കുറ്റാണ്. ഞാനൊന്നും എടുത്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ മുമ്പിൽ ചാടിയിട്ട് എങ്കോ എടി നീ 10 പവൻ്റെ മാല ഉണ്ട്, ഇവിടെ പോടി ഇവിടെ. എന്തായി സ്ഥലങ്ങൾ ഞങ്ങൾ കൊടുക്കാം. നിന്റെ മാല കിട്ടി. മാല നീയല്ലേ ഇട്ടേ? ഞാൻ എനിക്കൊന്നും അറിയില്ല. ഐശ്വര്യ കള്ളി. നീ കിട്ടുന്നു നിന്റെ സൈക്കിളും ചെക്ക് ചെയ്ത് തരാം. ചെക്ക് ചെയ്യും എൻ്റെ കയ്യിൽ എന്തായാലും ഇല്ല, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കള്ളി, നീയല്ലേ ഇപ്പൊ എന്റെ മാല എടുത്തത്? ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. നീ തന്നെ ഇവിടെ വെച്ച്, അല്ലെങ്കിൽ എങ്ങനെ ഈ മാല ഇവിടേക്ക് വരും? അല്ലെങ്കിൽ ഇവിടെ CCTV ക്യാമറ ഉണ്ടോ നോക്കാം. ഞാനാണോ നീയാണോ വെച്ചത്? ചിലപ്പോൾ നീയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. ഞാൻ നോക്കിയിട്ട് വരാം, പോരെ? CCTV ക്യാമറേൻ്റെ എക്സിറ്റ് മാറ്റും. അയ്യോ, എൻ്റെ കണ്ണിൽ CCTV ക്യാമറ. അയ്യോ, ഇത് അവൻ്റെ കണ്ണിലല്ലല്ലോ, എൻ്റെ കണ്ണിലല്ലോ, അവൻ്റെ കണ്ണിലല്ലോ. അപ്പം എനിക്കെങ്ങനെ ഈ CCTV ക്യാമറ മാറ്റാൻ പറ്റും? ഒരു ആപ്പുണ്ട്, ആ ആപ്പ് ഡൗൺലോഡ്. അയ്യോ, അത് അത്തം പറ്റില്ലോ. ഞാൻ എന്ത് ദൈവമേ, എനിക്കൊരു മാറ്റം നടത്തുന്നുണ്ട്. ചേച്ചി ഞാൻ വെച്ചത് കണ്ടായിരുന്നു. ആണോ? ശരി, മോള് പോട്ടെ. അവളാ വെച്ചത്. എന്നാലും CCTV ക്യാമറ നോക്കാം. ഇനി അവളാണ് വെച്ചത് ഞാൻ അവളോട് പറയട്ടെ, അവൾക്ക് വിശ്വാസമായില്ലെങ്കിൽ. അപ്പം ഞാൻ അല്ലെങ്കിൽ ഇവളോട് കൂട്ടിയിട്ട് പോവാം. അതാകുമ്പോൾ സാക്ഷി ഉണ്ടായി. അവളുടെ അടുത്തരാം. വാ മോളെ, നീയാണ് സാക്ഷി. ഓക്കെ, അവിടെ നടക്കൂ. നീയാണ് ഈ കൊന്തവിടെ വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇവള് തന്നെ പറഞ്ഞു സാക്ഷിയായിട്ട്. ഇവള് കണ്ടു നീ അത് വെക്കുന്നത്. നീ ഒന്നാ വെച്ച് നീ കണ്ടേ? കൊച്ചു കുഞ്ഞാവള് നിന്റെ കൊച്ചപ്പല്ലുണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നീ കളിച്ചത് നമ്മളെ കൊന്ത കൊണ്ടാ. നീ ദൈവത്തിനെ കൊണ്ടാ കളിച്ചത്, മനസ്സിലായി? ഇനി ഇതാ വെച്ചേക്കില്ലായി. നിന്റെ കമ്പനി എല്ലാവരും ഇത് അറിഞ്ഞ പിന്നെ നീ MD സ്ഥാനത്തിരിക്കില്ല. എൻ്റെ വിചാരം എന്താ? ഈ കൊണ്ട വീടും ഒരു മാലയാണെന്ന ഇതൊക്കെ നമ്മുടെ ജീവനാണ്.
ഈ കൊല്ലം വെച്ച് കളിക്കുന്നത് ദൈവമേ എന്ത് കൊടുക്കണേ അല്ലെങ്കിൽ എനിക്കെന്താ അവളെന്നെ എന്നെ ഇടിച്ചു അവൾക്ക് ഇതന്നെ കിട്ടട്ടെ അയ്യോ അവൾക്കെന്നെ ശരിയാ ദൈവം അവൾക്ക് എടുക്കില്ലേ അവളെ ഞാൻ പാവം ഞാൻ അവളെ ഒരുപാട് തല്ലി ഒരുപാട് ഉപദ്രവിച്ചു ഞാൻ അവളൊന്നും മാറ്റി എടി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ എല്ലാം ചെയ്തു തരാം നിന്നോട് സോറി ഞാനല്ല സൈക്കിൾ കൊണ്ട് നിന്ന് ഇടിക്കാൻ വന്നത് സോറി അവിടെ ദൈവം ഉണ്ടെങ്കിൽ എല്ലാ സത്യം തെളിയും നെക്സ്റ്റ് ഡേ മോർണിംഗ്. കുറേ നേരമല്ലോ ഇത്ര നേരത്തെ എനിക്കുണ്ടായിരുന്നുള്ളൂ രാവിലെ 6 മണിക്ക് തന്നെ വെറുതെ ഓഫീസിലും പോകണ്ടല്ലോ വല്ല വാമപ്പൊക്കെ ചെയ്തിരിക്കുക ഇതെന്താ ഒന്നാമത്തെ ഷോ നോക്കണേ ആ മോളും ഉണ്ടോ വാ മോളെ ഈ ചേച്ചിയായിട്ടാ ലൂസിഫർ, ഇത് ജെന്നിഫർ, ഇത് ലൂസിഫർ. ലൂസിഫർ അപ്പോൾ ബൈ. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പൊ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പോ ഞങ്ങൾ ഇനി അങ്ങോട്ടും എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് കാണാം. ടാറ്റാ. കൃഷ്ണ രാധ 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 എന്നോട് നമസ്തേ. കൃഷ്ണ 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 രാധ 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 കൃഷ്ണ 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 രാധ 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 രാമ 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 കൃഷ്ണ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ബൈ 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 ബൈ. അപ്പൊ നമ്മള്